പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാർച്ച് 6-ന് കൊച്ചിയിലെത്തും. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് വരവ്. സാമുദായിക നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയും വികസന രേഖയും പ്രകാശനവും മോദിയുടെ കൂടിക്കാഴ്ചയുടെ ഭാഗമായി നടത്താനാണ് ബിജെപി ലക്ഷ്യമിടുന്നത്. ബിജെപിയുടെ പ്രകടന പത്രികയുടെ പ്രകാശനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. അതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ. 6-ാം തീയതി അല്ലെങ്കിൽ 7-ാം തീയതി ആണ് പ്രധാനമന്ത്രി വരാൻ പോകുന്നത് കൊച്ചിയിൽ. അത് അടുത്തൊരു 24-48 മണിക്കൂറിൽ അത് കൺഫർമേഷൻ ഞങ്ങൾ കിട്ടും. അല്ല, പരിപാടികൾ ഞങ്ങളൊരു വലിയ NDAന്റെ ഒരു യോഗം ഉണ്ടാവും, ഒരു പബ്ലിക് മീറ്റിംഗ് ഉണ്ടാവും. അത് 2020യും BDJസും BJPയും മറ്റ് NDA ഘടകകക്ഷിയായിട്ട് ഒരു NDA പബ്ലിക് പ്രോഗ്രാം ഉണ്ടാവും. അവിടെ നരേന്ദ്രമോദിജി വികസിത കേരളത്തിനെ കുറിച്ച് അദ്ദേഹം നമ്മുടെ കാഴ്ചപ്പാട് മുമ്പോട്ട് വയ്ക്കും. അതാണ് ഞങ്ങളുടെ ഇപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ 6-ാം തീയതി അത് ഡേറ്റ് 100% കൺഫേം ആയിട്ടില്ല. 6-ാം തീയതി അല്ലെങ്കിൽ 7-ാം തീയതി അദ്ദേഹം തീർച്ചയായും വരും. നവമി ദിനേശ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നവമി, കിരൺ റിജിജുവിന്റെ വരവിന് പിന്നാലെ തന്നെ ഇപ്പോൾ മോദി കേരളത്തിലേക്ക് എത്തുന്നുവെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഏതൊക്കെ സാമുദായിക നേതാക്കളുമായിട്ടായിരിക്കും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുക? മറ്റെന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത്? അനുശ്രീ, എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടാമത്തെ പ്രാവശ്യമാണ് കേരളത്തിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ തവണയാണ് തിരുവനന്തപുരത്ത് അദ്ദേഹം സന്ദർശിക്കുകയും വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ കൊച്ചിയിലേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് 6-ാം തീയതിയോ 7-ാം തീയതിയോ ആയിരിക്കും അദ്ദേഹം കൊച്ചിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതിൽ 6-ാം തീയതി എന്നായിരിക്കും കൂടുതൽ സാധ്യത. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരത്തിലൊരു സന്ദർശനം അത് വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടി നേടുന്നതാണ്. ഇതിൽ BJPയുടെ പ്രകടന പത്രിക പുറത്തിറക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് വരുന്ന തിരഞ്ഞെടുപ്പിന്റെ വിജയത്തിന് ശേഷം എന്തൊക്കെയായിരിക്കും കേരളത്തിൽ BJP പ്രാവർത്തികമാക്കുക, അത്തരത്തിലുള്ള വാഗ്ദാനങ്ങളായിരിക്കും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വിവിധ പരിപാടികൾ, BJP നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ച, അതോടൊപ്പം തന്നെ മറൈൻ ഡ്രൈവിൽ അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും എന്നുകൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ബാക്കി അദ്ദേഹത്തിന്റെ പരിപാടികൾ കൃത്യമായിട്ടുള്ള ഒരു ധാരണ എത്തിയിട്ടില്ല. അതെന്തായാലും വൈകാതെ നമുക്ക് ലഭ്യമാക്കുകയും ചെയ്യും. എന്തായാലും രണ്ടാമത്തെ പ്രാവശ്യമാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രണ്ടാമത്തെ സന്ദർശനമാണ്. അതിൽ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമാകുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ശരി, നവമി ദിനേശാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ക്രൈസ്തവർക്ക് അതിന്യൂനപക്ഷ പദവി അനുവദിക്കണമെന്ന് സീറോ മലബാർ സഭ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജുവിനോട് ആവശ്യമുന്നയിച്ചു. ഇത് പരിഗണിക്കാമെന്നും പ്രതിനിധികളെ അയക്കാമെന്നും മന്ത്രി ഉറപ്പു നൽകി. കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിലെത്തിയ കിരൺ റിജിജു ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അടക്കമുള്ളവരുമായി ചർച്ച നടത്തിയിരുന്നു. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, 2020 പ്രസിഡന്റ് സാബു ജേക്കബ് എന്നിവരാണ് ഒപ്പമുണ്ടായിരുന്നത്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തുവരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രിയുടെ സന്ദർശനം വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളത് തന്നെയായിരുന്നു. എന്തായാലും അദ്ദേഹം ഇവിടെ എത്തുകയും ഇന്ന് അല്പസമയം സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലടക്കമുള്ള ബിഷപ്പുമാരുമായിട്ട് കൂടിക്കാഴ്ചകളടക്കം അദ്ദേഹം നടത്തുകയും ചെയ്തു. NDAയുടെ പ്രതിനിധികളും ഒപ്പം തന്നെയും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നു. പ്രധാനമായും തന്നെ അദ്ദേഹം പറഞ്ഞത് ക്രൈസ്തവർക്ക് മൈനോറിറ്റി പദവി നൽകുന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ ചില ആവശ്യങ്ങൾ സഭാ നേതൃത്വം ഉന്നയിച്ചിട്ടുണ്ട് എന്നതാണ് പറഞ്ഞത്. അതിൽ അനുകൂലമായ ഒരു നടപടി എന്ന രീതിയിലേക്ക് ഇനി കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളെ ഇവിടേക്ക് അയക്കാമെന്നതടക്കമുള്ള ഒരു ഉറപ്പ് അദ്ദേഹം നൽകിയതായും പിന്നീട് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജുവും അതോടൊപ്പം തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കുകയുണ്ടായി. In Kerala, I think now we could build up good confidence amongst the minorities, especially those who are smaller minorities. We are taking good care of them to ensure that everybody is equal. And there are 6 minority communities in India. You are well aware of it. Christians, Muslims. Muslims are the largest, then Christians, Sikhs, Buddhists, Jains and Parsis. Parsis are the smallest. Our intention is all the minority communities guaranteed some privileges and protection under the Constitution
will be given protection as per the spirit of the Constitution. If there are any deviation in any state, we will ensure that we take some corrective steps. പിതാവ് ഒരു ആഗ്രഹിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഒരു മൈക്രോ മൈനോറിറ്റി സ്റ്റേറ്റസ് കിട്ടണം. കാരണം മൈനോറിറ്റി റിസോഴ്സസും അതുപോലെ തന്നെ റിസർവേഷൻസിലും ഒരു മതത്തിന് മാത്രമാണ് റിസോഴ്സസ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മൈക്രോ മൈനോറിറ്റീസിനൊരു ചർച്ച പരിഗണിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭ്യർത്ഥന. അത് മിനിസ്റ്റർ റിജിജു പറഞ്ഞിട്ടുണ്ട്. അത് 100% ഞങ്ങൾ അതിനെ കൺസിഡർ ചെയ്യാൻ പോകുന്നു. ക്രൈസ്തവരെ പ്രത്യേകിച്ച് കേരളത്തിൽ, മധ്യ കേരളത്തിൽ പ്രത്യേകിച്ചും കൂടുതൽ BJP നേതൃത്വത്തോട് അല്ലെങ്കിൽ NDAയുമായിട്ട് കൂടുതൽ സഹകരിപ്പിക്കുക, BJPയുടെ ഭാഗമാക്കുക എന്നതെല്ലാം തന്നെയും ഒരു ചർച്ചയായി ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ തന്നെയായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ഈ സന്ദർശനം എന്നതാണ് ഏറെ രാഷ്ട്രീയ പ്രാധാന്യത്തോടെ കാണേണ്ടത്. എന്തായാലും അത്തരം കാര്യങ്ങൾ സംബന്ധിയായ മുന്നോട്ട് പോക്കുകളിൽ ഇനിയും ചർച്ചകൾ ഉണ്ടായേക്കുമെന്നുള്ളൊരു സൂചനകൾ തന്നെയാണ് വളരെ സജീവമായിട്ട് നിലനിൽക്കുന്നത്. മധ്യ കേരളത്തിൽ NDAയുടെ ഒരു ഓഫീസ് അടക്കം ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. കേന്ദ്രമന്ത്രി തന്നെയായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ എറണാകുളവും കോട്ടയവും ആലപ്പുഴയും എല്ലാം വരുന്നിടങ്ങൾ, തൃശ്ശൂരും എല്ലാം വരുന്ന ഇടങ്ങളിൽ ക്രൈസ്തവർക്ക് ഒരു പ്രാധാന്യവും അതോടൊപ്പം തന്നെ കുറേയെങ്കിലും മേഖലകളിൽ മേധാവിത്വവുമുണ്ട്. അവരെ കൂടുതലായിട്ട് തന്നെ സഭയെ BJPയോട് അടുപ്പിച്ച് നിർത്തുക, അല്ലെങ്കിൽ സഭാവിശ്വാസികളെ കൂടുതൽ ചേർക്കാൻ കഴിയുകയാണെങ്കിൽ കുറച്ചുകൂടി സ്വാധീനവും എല്ലാം തന്നെയും BJPക്ക് നേടാൻ കഴിയും, NDAക്ക് നേടാൻ കഴിയുമെന്ന് ഒരു പരക്കെയുള്ള വിലയിരുത്തലുകളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു സന്ദർശനവും എല്ലാം തന്നെ വിലയിരുത്തപ്പെടുന്നത്. NDA നേതാക്കളായ 2020യുടെ പ്രസിഡന്റ് സാബു ജേക്കബ്, അതോടൊപ്പം തന്നെ ഷോൺ ജോർജ് തുടങ്ങിയവരെല്ലാം തന്നെ സഭാ ആസ്ഥാനത്തെത്തിയ സന്ദർശനത്തിൽ അവർ ആ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഏതായാലും ഇതിൻ്റെ ഒരു പ്രതിഫലനങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന ഒരു സൂചനകൾ തന്നെയാണ് വളരെ സജീവമായി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.